ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വ ഭക്തമക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭഗവത്ഗീത അല്പം മനസ്സിലാക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2-ാം അധ്യായം സാഖ്യയോഗത്തിൻ്റെ രണ്ടാം അധ്യായം 65 66 ശ്ലോകങ്ങളാണ് വായിച്ചത്. നമുക്ക് അതിലെന്താ ഒടുക്കം നമ്മൾ പറഞ്ഞത്? ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്താത്തവന് ശാസ്ത്രങ്ങളിൽ നിന്നോ ഒരു ഗുരുവിൽ നിന്നോ സിദ്ധിക്കപ്പെടുന്ന ആത്മവിഷയകമായ ബുദ്ധി, അത് ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാകുന്നില്ല. നമ്മളെ ഇന്ദ്രിയങ്ങളെ അടക്കാത്തവർക്ക് അത് സംഭവിക്കത്തില്ല. ഈ ലോകത്തിലേക്കുള്ള ശ്രദ്ധ മാറിപ്പോകുന്നതുകൊണ്ടാണ് പറ്റാത്തത്. ഒരു കാര്യം നമുക്ക് ഈശ്വരജ്ഞാനം അറിയാനുള്ളതിനെ നമുക്ക് ശാസ്ത്രങ്ങളിത് വായിച്ച് പഠിച്ചാലോ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവാത്തത് എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഈ ലോക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നമ്മൾ വരുതിക്ക് നിർത്തണം. നമ്മുടെ സ്വാധീനത നിർത്തുന്നവർക്ക് മാത്രമേ ഇത് കേട്ട് മനസ്സിലാക്കാനും ആത്മജ്ഞാനം ഉറയ്ക്കത്തുള്ളൂ. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അതായത് അജിതേന്ദ്രിയന്, അതായത് ഇന്ദ്രിയങ്ങളെ അടക്കാത്തവന്, ജയിക്കാത്തവനാണ് അജിതേന്ദ്രിയൻ. അപ്പം നമ്മൾ ജിതേന്ദ്രിയനാവണം, ഇന്ദ്രിയങ്ങളെ ജയിക്കണം. നമ്മൾ പറയുന്നത് നിർത്തണം. അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. ഇപ്പം നേത്രേന്ദ്രിയം എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും കാണാൻ പോകുമ്പോൾ മനസ്സിനെ കൂടെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കരുത്. കണ്ണ് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഇരിക്കുക എന്ന് പറയണം. നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് നമ്മളൊരു കാര്യം, ഒരു ധ്യാനത്തിലിരിക്കുന്നു, മറ്റ് ചിന്തകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ ധ്യാനത്തിൽ തന്നെ ഉറച്ച് നിഷ്ഠയോടെ ഇരിക്കുന്ന അങ്ങനെ ആക്കി എടുക്കുക ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ജിതേന്ദ്രിയനാകുന്നത്. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റും. അല്ലാതെ ഇന്ദ്രിയങ്ങൾ പോകുന്ന വഴിയിലേക്ക് മനസ്സും നമ്മളോട് അങ്ങ് പോയാൽ ഒന്നിച്ച് സഞ്ചരിച്ചാൽ നമുക്ക് എന്താ പിന്നെ ആത്മജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അജിതേന്ദ്രിയന് ആത്മധ്യാനം ഉണ്ടാകുന്നില്ല. ധ്യാനിക്കാൻ വെറുതെ ഇരിക്കാമെന്നേ ഉള്ളൂ. കാരണം മനസ്സ് എവിടേക്കോ കറങ്ങി നടക്കുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങളോടുകൂടി തന്നെ. അതുകൊണ്ട് ആത്മധ്യാനത്തെ ചെയ്യാത്തവന് ആത്മാവിൽ ചിത്തോ ഉപരമവും മനസ്ഥൈര്യവും ഇല്ല. മനസ്ഥൈര്യം ഇല്ലാത്തവന് മോക്ഷാനന്ദമായിരിക്കുന്ന സുഖം എവിടെ? പരമാനന്ദം എങ്ങനെ ഉണ്ടാകും? ആത്മജ്ഞാനത്തിൽ ഉറച്ചു നിന്നെങ്കിലല്ലേ നമുക്ക് ആനന്ദ നിർവൃതി അടയാൻ പറ്റൂ. പരമാത്മാവിനെ ലയിച്ച് അതിൽ തന്നെ നമുക്ക് ആനന്ദം അറിയണമെങ്കിൽ അനുഭവിക്കണം. അത് അനുഭവജ്ഞാനമാണ്. അതാണ് നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് കാണാനോ അത് എങ്ങനെ അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നത് പറഞ്ഞു കൊടുക്കാനോ പറ്റത്തില്ല. നമുക്കത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സുഖം എവിടെ കിട്ടാനാ? നമ്മൾ ഇന്ദ്രിയങ്ങളെ അടയ്ക്കെങ്കിൽ മാത്രമേ അത് നമുക്ക് സംഭവിക്കൂ. ആ ഒരു അനുഭൂതി, അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്കിനി 67-ാമത്തെ ശ്ലോകം വായിക്കാം. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവ ഇവാ അംഭസി. അതായത് സ്വൈരമായി വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന അവശീകൃതങ്ങളായ ഇന്ദ്രിയങ്ങളുടെ മധ്യേ യാതൊരു ഇന്ദ്രിയത്തെയാണ് മനസ്സ് അനുഗമിക്കുന്നത്? നമുക്കിപ്പം ശ്രോത്രേന്ദ്രിയം, നേത്രേന്ദ്രിയം, ശ്വസനേന്ദ്രിയം, രസനേന്ദ്രിയം, ഇങ്ങനെയൊക്കെയുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേത്രേന്ദ്രിയം, കണ്ണ് എങ്ങോട്ടെങ്കിലും ഒരു കാഴ്ച കാണാനായിട്ട് ഇന്നടത്ത് ഇന്നത് നടക്കുന്നു, അത് നമുക്ക് കാണാൻ പോകണം എന്ന് കണ്ണുകൊണ്ട് തോന്നിക്കും. അപ്പോൾ അവിടെ അത് ശ്രദ്ധാപൂർവം കാണണമെങ്കിൽ ആര് കൂടെ പോകണം? മനസ്സും കൂടെ ചെല്ലണം. അപ്പോൾ ഈ മനസ്സിനെ ആ ഇന്ദ്രിയം വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പം മനസ്സ് മാത്രം അങ്ങോട്ട് പോകാം. കണ്ണ് അവിടെ ശ്രദ്ധിച്ച് കാണണമെങ്കിൽ നമ്മളും കൂടെ പോകണം. ഈ ശരീരവും അങ്ങോട്ട് വിട്ടു പോകണം. ഇന്നടത്ത് നടക്കും. നമ്മൾ പോകാതെ എങ്ങനെ കണ്ണ് മാത്രം ഇടയ്ക്ക് ചെല്ലും? ആ മനസ്സിനെയും വലിച്ചുകൊണ്ട് പോകാൻ നമ്മൾ കൂടെ ഉൾപ്പെടെ സഞ്ചരിക്കുന്നു, ആ നേത്രേന്ദ്രിയത്തിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയാണ് ഏതൊരു ഇന്ദ്രിയങ്ങളുടെ മധ്യേ യാതൊരു ഇന്ദ്രിയത്തെയാണ് മനസ്സ് അനുഗമിക്കുന്നത്. ആ നേത്രേന്ദ്രിയത്തിൻ്റെ കൂടെ മനസ്സും കൂടെ ചെല്ലുന്നത് എങ്ങനെയാണ്? അപ്പോഴെന്ത് വരും? അങ്ങനെ ഒന്നിച്ച് സഞ്ചരിക്കുന്ന ആ ഒരു ഇന്ദ്രിയം തന്നെ ആ മനസ്സിൻ്റെ, അല്ലെങ്കിൽ പുരുഷൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ആരായാലും, അപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ വിവേകത്തെ വെള്ളത്തിൽ കപ്പലിനെ കാറ്റ് എന്ന പോലെ വലിച്ചു കൊണ്ടുപോകുന്നു. നമ്മുടെ സമുദ്രത്തിൽ കപ്പൽ കടന്നാൽ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? അവിടേക്ക് ഈ കപ്പൽ നീങ്ങി പൊയ്ക്കൊണ്ടേയിരിക്കും. കാറ്റിനൊത്ത് തന്നെ കപ്പൽ നീങ്ങിപ്പോകും. അതുപോലെ നമുക്കുള്ള നേത്രേന്ദ്രിയം എങ്ങോട്ട് പോകുന്നു അവിടേക്ക് മനസ്സും കൂടെ പോകും.
മനസ്സിനെ ഈ കാറ്റ് കപ്പലിനെ കൊണ്ട് പോകുന്നത് പോലെയാണ് നമ്മുടെ കണ്ണ്, നേത്രേന്ദ്രിയ അല്ലെങ്കിൽ കേൾവി, ശ്രവണേന്ദ്രിയ, അതായത് ശ്രോത്രേന്ദ്രിയ, ചെവി കൊണ്ട് കേൾക്കുന്നതായാലും മതി. ഒരു സ്ഥലത്ത് ഇന്നത് എന്തോ ഒന്ന് സംഭവം, ഒരു സൗണ്ട് കേൾക്കുന്നു, ഉടനെ ആ കേട്ടതിനെ ശ്രദ്ധിക്കണമെങ്കിൽ മനസ്സ് കൂടെ പോകണം. മനസ്സില്ലാതെ എങ്ങനെ അത് മനസ്സ് ചെന്നെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ, എന്തോ ഒരു സൗണ്ട് കേട്ടു ചെവി കൊണ്ട്, പക്ഷെ അത് ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം, മനസ്സും കൂടെ അങ്ങ് പോകും. അതാണ്. അപ്പം നേത്രേന്ദ്രിയമോ അല്ലെങ്കിൽ ശ്രോത്രേന്ദ്രിയത്തിൻ്റെ കൂടെ എന്തുകൂടെ പോകുന്നു, മനസ്സ്. അപ്പം നമ്മൾ ഒന്നിച്ചങ്ങ് ഈ ഇന്ദ്രിയങ്ങളുടെ കൂടെ സഞ്ചരിച്ചെങ്കിലേ പറ്റൂ. ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു പിന്നെ ഉത്സവം കാണാം അല്ലെങ്കിൽ ഒരു സിനിമ കാണണമെന്ന് കണ്ടേ പറ്റുമെന്ന് തോന്നുമ്പോൾ അവിടെ ആ കണ്ടുകൊണ്ടിരിക്കണം, നമ്മൾ കൂടെ പോകണ്ടേ, ഈ മനസ്സും നമ്മുടെ ശരീരവും കൂടെ പോകണ്ടേ ആ നേത്രേന്ദ്രിയത്തിൻ്റെ കൂടെ. അപ്പം നമുക്ക് ഒന്നിച്ചാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നു. എങ്ങനെ എന്നാൽ കാറ്റ് എങ്ങോട്ട് വീശുന്നു അങ്ങനെ കപ്പൽ ആ കാറ്റിനോട് പോകുന്നു. അപ്പം നമ്മുടെ മനസ്സാണ് കപ്പലെന്ന് കൂട്ടിക്കും. അപ്പം നമ്മുടെ മനസ്സിനെ, അതായത് കപ്പലിനെ കാറ്റ് എങ്ങനെ കൊണ്ടുപോകുന്നു, നേത്രേന്ദ്രിയം നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നു. കാണുന്നിടത്തേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നു. ആരെയാ? മനസ്സിനെ. കാരണം കാണുന്നത് എന്താണ് തിരിച്ചറിയണമെങ്കിൽ മനസ്സുണ്ടെങ്കിലേ പറ്റൂ. വെറുതെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അത് ഇന്നതാ കണ്ടതെന്ന് നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പോകണം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിനെ വലിച്ചുകൊണ്ട് പോകുന്നു. മനസ്സ് ഏകമായി ഒന്നേ ഉള്ളൂ. പക്ഷേ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? നേത്രേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, ശ്വസനേന്ദ്രിയം. എവിടെ ഒരു മണം, നല്ല മണം വരുന്നു, ഉടനെ മനസ്സ് ചെന്ന് ശ്രദ്ധിക്കുക, ഇത് എവിടെ നിന്നാണ് വരുന്നത് ഈ മണം, ആ ശ്രദ്ധ പോകും. ഇന്നതിൻ്റെ മണമാണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ മനസ്സ് കൂടെ പോകും. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെ കൂടെ ആര് കൂടെ പോകണം, സഞ്ചരിക്കണം? മനസ്സ്. അപ്പോൾ ഈ മനസ്സിനെ ആരാ വലിച്ചുകൊണ്ട് പോകുന്നത്? ഇന്ദ്രിയങ്ങൾ. അതായത് നമ്മുടെ കപ്പലിനെ, സമുദ്രത്തിൽ കപ്പൽ, മനസ്സാകുന്ന കപ്പൽ എന്ന് കൂട്ടിക്കോ, അതിനെ കാറ്റാകുന്ന ഇന്ദ്രിയം വലിച്ചുകൊണ്ട് പോകുന്നു. അറിയാതെ തന്നെ ഈ കപ്പൽ നീങ്ങിക്കൊണ്ടുപോകും. കാറ്റ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് കപ്പൽ കൂടെ അങ്ങ് പോകും. അതുപോലെയാണ് നമ്മുടെ മനസ്സ് പോലും അറിയത്തില്ല ആ ഇന്ദ്രിയം എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് കൂടെ അങ്ങ് പോകുന്നു. അതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് കപ്പലിനെ, അതായത് സമുദ്രത്തിൽ കപ്പലിനെ കാറ്റ് എന്ന പോലെ വലിച്ചു കൊണ്ടുപോകുന്നു നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കാതിരുന്നാൽ പറ്റൂ. നന്നായി നമ്മൾ ശ്രമിക്കണം. കടിഞ്ഞാണിട്ടെങ്കിലേ പറ്റൂ. ഇന്നടത്തോട്ട് പോകണമെന്ന് മനസ്സ് നേത്രേ ഇന്ദ്രിയത്തിന് തോന്നിയാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചോളം നിർത്തണം. പോകണ്ട മനസ്സെ, ഇവിടെ നിൽക്ക്, നമുക്ക് ഭഗവത്ഗീത വായിക്കണം, ഭഗവാനെ അത്രത്തോളം സ്നേഹിക്കണം, ഭക്തി വർദ്ധിക്കണം. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഇവിടെ നിന്ന് വായിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ, എങ്ങോട്ടും പോകണ്ട എന്ന് കരുതി മനസ്സിനെ പിടിച്ചോടെ കടിഞ്ഞാണിട്ട്, കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്നത് പോലെ കുതിരയുടെ കടിഞ്ഞാണല്ലേ കുതിരയ്ക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മുടെ മനസ്സിനെ കുതിരയ്ക്ക് സമമാണ് വെച്ചേക്കുന്നത്. അത് മനസ്സ് അറിയാതെ ചാടിപ്പോകും. അതുകൊണ്ട് നമ്മൾ കടിഞ്ഞാണിട്ട് ഞാൻ എന്ത് സൗണ്ടോ അല്ലെങ്കിൽ എന്തോ കാണണമെന്ന് പോകത്തില്ല. മനഃപൂർവ്വം ഇത് വായിച്ച് ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കും. ഭഗവാൻ തന്നെ ആരാധിക്കാൻ നമുക്ക് തന്നെ ഒരു ഒരുക്കം വേണം. നമ്മളതിനെ കടിഞ്ഞാണിട്ടെങ്കിലേ പറ്റൂ. അല്ലാതെ വെറുതെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിലേക്ക് തന്നെ കറങ്ങി എത്ര വയസ്സ് വരെ നമ്മൾ ജീവിച്ചാൽ അത്രയും കാലവും നമുക്ക് ഈ മനസ്സിന് ഒരു സ്വച്ഛതയും കിട്ടത്തില്ല. ഈ ഇന്ദ്രിയങ്ങൾക്കും ഒരു സ്വച്ഛതയില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കും, മനസ്സ് കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരിക്കലും അതിൻ്റെ ദാഹം തീരത്തില്ല. നമ്മൾ തീർത്തെങ്കിലും നമ്മൾ എങ്ങനെ തീർക്കണം? നമ്മൾ മനഃപൂർവ്വമായിട്ട് എനിക്കിനി ലോകചിന്തയിലേക്ക് പോകാനും എനിക്ക് മനസ്സില്ല, എൻ്റെ മനസ്സിനെ ഇവിടെ ഇരുത്തിയ ഞാനിത് വായിച്ച് മനസ്സിലാക്കി ശ്രമിക്കാൻ നടക്കുക. നമുക്ക് പിന്നെ സിസ്റ്റിൻ്റെ പരീക്ഷ വരുന്നത്, പിള്ളേർ മനസ്സും ഒക്കെ വെളിയിലോട്ട് വിട്ടു കളഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റുമോ? പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റുമോ? അപ്പോൾ അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഇരുന്നെങ്കിലേ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് കൂടി വായിച്ച് ജയിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എല്ലാത്തിനും ഒരു കടിഞ്ഞാണിട്ടെങ്കിലേ ഇത് കിട്ടൂ. ആത്മീയവും അത് തന്നെയാണ്. പിള്ളേരുടെ പഠിത്തം പോലെ തന്നെ എല്ലാ കാര്യം നമുക്ക് ഏകാഗ്രത വേണം. ഇല്ലെങ്കിൽ ഈ ലോക വിഷയത്തിൻ്റെ പുറകെ തന്നെ പൊയ്ക്കളയും. ഒരിക്കലും ആത്മജ്ഞാനം നേടാൻ പറ്റുകയില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ വരുതിയിൽ പിടിക്കണം, നമ്മളെ സ്വാധീനത്തിലാക്കണം. ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും അവിടെ നില്ല്, എങ്ങും പോകണ്ട എന്ന് പറഞ്ഞ് ആത്മീയമായ ധ്യാനത്തിൽ തന്നെ ഉറച്ചിരിക്കണം. അത് സാധകം ചെയ്ത് വരുമ്പോൾ അത് പതുക്കെ അങ്ങനെ ആയിത്തീരും. പിന്നെ എങ്ങും പോകത്തില്ല. കാരണം പരമാത്മാവിൽ ലയിച്ച് വരുമ്പോൾ ആനന്ദ നിർവൃതി അടഞ്ഞു വരും. പിന്നെ ഒട്ടും തന്നെ എനിക്കിതിനേക്കാളും ഈ ലോകചിന്തയേക്കാളും ഇഷ്ടം ആത്മീയമാണെന്ന് നമുക്കെന്നെ തോന്നുന്നു. അത്ര ആനന്ദം നമ്മൾ അനുഭവിച്ച് വരുമ്പോൾ പിന്നെ ഒരിക്കലും ആദ്യം വളരെ പാടുപെടും, പക്ഷേ പോകെ അത് നന്നായി വരും. ഇതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് 68-ാമത്തെ ശ്ലോകം വായിക്കാം. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അല്ലയോ മഹാബാഹുവായ അർജുന,
അതുകൊണ്ട് അപ്പം നമ്മുടെ ഈ മനസ്സിനെ ഒരു ഇന്ദ്രിയങ്ങളുടെയും പുറകെ പോകാതെ ഒരു കപ്പലിനെ കാറ്റ് എങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജോലി എന്താ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകുക. അങ്ങനെ അതുകൊണ്ട് എന്ത് വേണം? മഹാബാഹുവായ അർജുന, യാതൊരുവൻ്റെ ഇന്ദ്രിയങ്ങൾ സകർമ്മ വിഷയങ്ങളിൽ നിന്നും നിവർത്തിക്കപ്പെടുന്നുവോ അവൻ്റെ ജ്ഞാനം ഉറച്ചതാകുന്നു. അപ്പോൾ നമുക്ക് ജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ, ഉറയ്ക്കാത്തവർക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാമം ചൊല്ലിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ആരെങ്കിലും വിശേഷം ഒന്ന് വരികയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സൗണ്ട് കേൾക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സും ഇന്ദ്രിയവും കൂടെ എവിടേക്കിലൊക്കെ എവിടെ ഇത് കേട്ടത് സൗണ്ട് എന്നും പറഞ്ഞ് ഉടനെ എണീറ്റ് ധ്യാനത്തിൽ നിന്നെല്ലാം എണീറ്റങ്ങ് പോകും. ആദ്യമേ കേൾക്കുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന അപ്പുറത്തോ എവിടെയെങ്കിലും സൗണ്ട് കേട്ട് നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉടനെ ആ സൗണ്ട് കേട്ടിടത്തേക്ക് മനസ്സോട് അങ്ങ് പോകും. അപ്പോൾ ശരീരം മാത്രം ഇവിടെ ഇരുന്ന് ധ്യാനിച്ചാൽ എന്ത് വരും? യാതൊരു ഫലവുമില്ല. അപ്പം ജ്ഞാനം ഉറച്ചതല്ല. ജ്ഞാനം ഉറച്ചതാണെങ്കിൽ എന്തുവരും? എന്ത് കണ്ടാലും കേട്ടാലും ധ്യാനിക്കാതിരിക്കുന്ന അവിടെ തന്നെ ഇരിക്കും. എങ്ങോട്ടും ആ സൗണ്ട് കേൾക്കത്തില്ല. അതാണ് സത്യം. നമ്മൾ ഏകാഗ്രമായിട്ട് പരമാത്മാവിനെ അറിഞ്ഞ് നന്നായി രുചിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ യാതൊരു ശബ്ദങ്ങളോ ഒന്നും നമുക്ക് ശ്രദ്ധയിൽ വരത്തില്ല. കാരണം എന്താ? ശ്രദ്ധ മൊത്തവും പരമാത്മാവിലേക്കുള്ള ലയമായിരിക്കും. ആ പ്രാർത്ഥനയിൽ തന്നെയായിരിക്കും. അങ്ങനെ ഉറച്ചിരിക്കണം. അത് അങ്ങനെ വന്ന് നമ്മളെ ജ്ഞാനം ഉറയ്ക്കും. അല്ലാതെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഇങ്ങനെ ഓടി ഓടി മനസ്സ് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉറയ്ക്കും? അതുകൊണ്ടാണ് മഹാബാഹുവായ അർജുന, ധൈര്യശാലി അല്ലയോ, വില്ലാളി വീരനല്ലേ, അതുകൊണ്ട് മഹാബാഹു കൈകൾ, നല്ല ശക്തിയോടുകൂടിയ ബാഹു കൈകൾ, അങ്ങനെയുള്ള അർജുന. അതുകൊണ്ട് യാതൊരുവൻ്റെ ആരുടെ ആയാലും ആർക്കായാലും ഇന്ദ്രിയങ്ങൾ സകർമ്മ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഈ ലോകത്തുള്ള സർവ്വ വിഷയങ്ങളും നമ്മൾ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അതിൽ നിന്ന് നിവർത്തിക്കപ്പെടണം. നമ്മൾ എല്ലാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്നെല്ലാം മോചിച്ചില്ല. ആമ എങ്ങനെയാണ് ഉള്ളിലേക്ക് അതിന് തലയും കൈയും കാലൊക്കെ വലിച്ചു നിൽക്കുന്നത്, അതുപോലെ നമ്മൾ ഇതിൽ നിന്നെല്ലാം നിവർത്തി വന്നെങ്കിലേ നമുക്ക് ആ ജ്ഞാനം ഉറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, സകർമ്മ വിഷയങ്ങളിൽ നിന്നും നിവർത്തിക്കപ്പെടുന്നുവോ അവൻ്റെ ജ്ഞാനം ഉറച്ചതാകുന്നു. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നമ്മുടെ ജ്ഞാനം ഉറയ്ക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ധ്യാനിക്കാൻ ഇരിക്കുകയും ചെയ്യും, മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ എവിടേക്കോ പോവുകയും ചെയ്യും. പലരും പറഞ്ഞേം കേട്ടിട്ടുണ്ട്, ധ്യാനിക്കാൻ ഇരുന്നാലൊന്നും മനസ്സ് അവിടെ നിൽക്കുന്നില്ല, പല പല വിഷയങ്ങളുടെ പുറകെ പോകുന്നെന്ന്. കാരണം വീട്ടുകാര്യങ്ങളും മറ്റ് ലോകകാര്യങ്ങളൊക്കെ അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. കാരണം എന്താ? എപ്പോഴും അതാ ഓർമ്മ. അതേസമയം സർവ്വതാ പരമാത്മാവിൽ തന്നെ ലയിച്ച് എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഭഗവാനെ നാരായണനാമോ അല്ലെങ്കിൽ ഭഗവാനെ ഓം നമഃശിവായ ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദിവസേന എല്ലാ കർമ്മങ്ങളും ചെയ്തു നോക്ക്. അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ എന്താ വരുന്നത്? ഈശ്വരജ്ഞാനം തന്നെയാണ് വരുന്നത്. എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യും, അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുകയും ചെയ്യാം, ഭക്തി അതിൽ കൂടി ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പുറമേ നമ്മുടെ മനസ്സ് ഓടത്തുമില്ല, ഇന്ദ്രിയങ്ങളൊന്നും ഓടത്തില്ല. കാരണം എന്താ? എപ്പോഴും പരമാത്മാവിനെ ലയിച്ച പല പല ഭക്തന്മാരും പറയുന്നുണ്ട്, ഈ കുട്ടികൾ രാധ അങ്ങനെയുള്ള ജഗതമ്മ അവരൊക്കെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന, ജോലി ചെയ്യുമ്പോഴും ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ചെയ്യുന്നത്. ഈ യൂട്യൂബിലിരുന്ന് ഈ ഭാഗവതങ്ങളൊക്കെ കേട്ടുകൊണ്ടും ഒക്കെ ഇരുന്ന് ആത്മീയമായി നിറഞ്ഞിരുന്ന് തന്നെ അവരുടെ സർവ്വകർമ്മങ്ങളും ചെയ്യുന്നത്. അതാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ആകണം. അപ്പോഴാണ് അവിടെ ജ്ഞാനം ഉറയ്ക്കുന്നത്. അല്ലാതെ ലോകകാര്യങ്ങൾ മാത്രം. കാരണം പലരും ഒരു സീരിയൽ കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടോ അത് തന്നെ പകൽ മൊത്തവും അയവിറക്കും. ഇന്നലെ കണ്ട സിനിമ കൊള്ളായിരുന്നു, അത് തന്നെയായിരിക്കും അവർ പിറ്റേന്ന് ദിവസം മൊത്തവും അയവിറക്കിക്കൊണ്ടിരിക്കുക കണ്ട കാര്യങ്ങൾ. അത് ലോകകാര്യങ്ങൾ. അപ്പോൾ അവർക്കെങ്ങനെ ഈ ആത്മീയമായ ജ്ഞാനം ഉറയ്ക്കാൻ പറ്റും? കാര്യം ഈ ലോക ചിന്തയിലേക്ക് അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും നടക്കുന്നത്. അതേസമയം ഒരു സിനിമ കണ്ടെന്ന് കരുതി അത് അപ്പോഴവിടെ കളയണ്ടേ? അത് അപ്പോഴും കാണണമെന്ന് പറയുന്നില്ല. ഒരു പ്രായത്തിൽ ഇതൊക്കെ കാണും, പക്ഷെ കണ്ട് അത് അവിടെ അപ്പോഴേ തീർന്ന്. പിന്നെ അത് മനസ്സിൽ അയവിറക്കണ്ട. പിന്നെ നമുക്ക് കർമ്മങ്ങൾ ഓരോ വീടുകളിൽ പല പല കർമ്മങ്ങളുണ്ട്. ആ ജോലികളൊക്കെ ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്യുകയും ഈശ്വരനെ ധ്യാനിക്കുകയും ചെയ്താൽ മറ്റേ വിഷയം അങ്ങ് വിട്ടുപോകും. അല്ലാതെ എപ്പോഴും സിനിമയെ അല്ലെങ്കിൽ സീരിയലെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഒരിക്കലും ആത്മജ്ഞാനം ഉറയ്ക്കാൻ പറ്റില്ല. ഒരു സിനിമ കണ്ടെന്ന് കരുതി പാപമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കളയുക. കണ്ടതിനെ പിന്നെ അവിടെ നോക്കി ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈശ്വരാർപ്പണമായി സർവ്വകർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയും ചെയ്യാം, ധ്യാനിക്കുകയും ചെയ്യാം. അപ്പോഴെപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? ഈശ്വരജ്ഞാനം വരും. അപ്പോൾ നമ്മുടെ ജ്ഞാനം ഉറച്ചുറച്ച് വരും. അങ്ങനെ തന്നെ പോകാൻ സാധകത്തിൽ കൂടി ഇതൊക്കെ വരത്തുള്ളൂ. പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. ഒരു സംഗീതം പഠിച്ച് പാടുന്ന ഒരു വ്യക്തിക്ക് എന്നും അത് സാധകം ചെയ്തെങ്കിലേ ആ രാഗങ്ങളും അതിൻ്റെ അകാരം എല്ലാം എന്താ പറയുന്ന സംഗതികളെല്ലാം തൊണ്ടയിൽ വരണമെങ്കിൽ സാധകം വേണം. അല്ലാതെ പിന്നെ ഒന്നും ചെയ്യാതിരുന്ന് പാടാൻ പറ്റില്ല.
സംഗീതം ആയിട്ട് പാടുന്നവരുടെ എല്ലാ അവസ്ഥ പാടി പാടി വന്നെങ്കിൽ തൊണ്ടയ്ക്കൊരു സ്വാതന്ത്ര്യമായിട്ട് അതിനെ നന്നായി പാടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ആത്മജ്ഞാനവും അതുപോലെ തന്നെ എപ്പോഴും സർവ്വകാര്യത്തിലും എന്ത് ചെയ്യുമ്പോഴും ഈശ്വരാരാധനയിൽ കൂടി തന്നെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആ ജ്ഞാനം ആ അറിവ് നമുക്ക് ഉറച്ചിരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മഹാബാഹുവായ അർജുന, യാതൊരുവൻ്റെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ആടെയായ ഇന്ദ്രിയങ്ങൾ സകർമ്മ വിഷയങ്ങളിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. എല്ലാം നമുക്ക് എന്താണ് നമുക്ക് പറഞ്ഞേക്കുന്ന കർമ്മങ്ങൾ, വീട്ടുപണിയാണെങ്കിൽ അങ്ങനെ, മറ്റ് വെളിയിലുള്ള പണിയാണെങ്കിൽ അങ്ങനെ, ഉദ്യോഗമാണെങ്കിൽ അങ്ങനെ, എല്ലാ കർമ്മങ്ങളും ചെയ്യണം. എന്നാൽ അതിൽ എന്ത് നിവർത്തിക്കപ്പെടണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതിലേക്ക് ഭ്രമിക്കേണ്ട. നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരാർപ്പണമായി എല്ലാം ചെയ്യുമ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് പണി ചെയ്യുമ്പോഴും ഭഗവാനെ എന്ന് ആ ഒരു ഉള്ളത്തിൽ അതങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ അതെല്ലാം ഭഗവാനായിട്ട് തന്നെ അർപ്പിച്ച തുല്യ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈശ്വരനെ അത്രത്തോളം ഉറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഏത് കർമ്മങ്ങളായാലും അതിൽ നിന്നെല്ലാം നിവർത്തിക്കപ്പെടുന്നുവോ, സകർമ്മ വിഷയങ്ങളിൽ നിന്നും നിവർത്തിക്കപ്പെടുന്നുവോ അവൻ്റെ ജ്ഞാനം ഉറച്ചതാകുന്നു. അല്ലാതെ നമുക്ക് പറ്റത്തില്ല. കാരണം ഈ ലോകവും ആത്മീയമായ ലോകവും രണ്ടും രണ്ടാണ്. ഏത് വിഷയമാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇരിക്കുന്നത് അതേ നമ്മുടെ ഉള്ളിൽ വരത്തുള്ളൂ. എപ്പോഴും ഈ പുറമേ ഈ ലൗകികമായ കാര്യത്തിൽ തന്നെ ശ്രദ്ധ, വീടും കൂടും ധനം ഇങ്ങനെയുള്ള രീതിയിലാണെന്ന് ജനങ്ങളെല്ലാം കഴിയുന്നത്. അവർക്കിത് പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ അത് ചെയ്തും കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കർമ്മവും ജോലികളും ചെയ്യാം. പക്ഷേ എപ്പോഴും ഈശ്വരാരാധന ഉള്ളവർക്കും അതൊരു ഭക്തന് അങ്ങനെ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. നമ്മളങ്ങനെ ആയി തീർന്നെങ്കിലേ ആവത്തുള്ളൂ. നമുക്ക് 69ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. യാ നിശാ സർവഭൂതാനാം യസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. സകല പ്രാണികൾക്കും യാതൊരു ആത്മനിഷ്ഠയാണ് രാത്രി പോലെയാകുന്നത്. ആ ആത്മനിഷ്ഠയിൽ ജിതേന്ദ്രിയവനായ വിവേകി ഉണർന്ന് ബോധത്തോടു കൂടിയിരിക്കുന്നു. സകല പ്രാണികൾക്കും യാതൊരു ആത്മനിഷ്ഠയാണ് രാത്രി പോലെ ആകുന്നത്. അതായത് ഈ മനുഷ്യർക്ക് രണ്ട് വിധം ആൾക്കാരാണല്ലോ. ഒരു ഭക്തൻ്റെ കാര്യവും അഭക്തൻ്റെ കാര്യമാണ്. കാരണം ഇവിടെ സകല പ്രാണികൾക്കെന്ന് വെച്ചാൽ ഈ ലോക ചിന്തയിൽ യാതൊരു ആത്മനിഷ്ഠയാണ് രാത്രി പോലെ ആകുന്നത്. കാരണം ഇപ്പം ആത്മീയമായ ഒരു വിഷയം എടുക്കുമ്പോൾ ഈ സകല പ്രാണികൾക്കും എന്തുവരും? രാത്രിയാണ്, ഉണർവില്ല. എന്നുവെച്ചാൽ രാത്രിയിലെ ഉറക്കമെന്നല്ല എൻ്റെ അർത്ഥം. ആത്മീയമായ ആൾക്കാർക്ക് ഈ ലോക ചിന്തയായിട്ട് വിഷയങ്ങളിരിക്കുന്നവർക്ക് ആത്മീയമായ അവർക്ക് ഉറക്കം വരും. ഭക്തന്മാർ ആ സമയത്ത് ഉറങ്ങും, ഭക്തന്മാരല്ലാത്തവർ ഉണർന്നിരിക്കും. അതായത് എളുപ്പത്തിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു യഥാർത്ഥ ജ്ഞാനി, നല്ലൊരു ഭക്തൻ സിനിമ കാണുന്ന കൂട്ടിക്കോ, പക്ഷേ അദ്ദേഹത്തിന് ഉറക്കം വരും. അതേസമയം ലോക വിഷയത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലോ ഉണർന്നിരുന്ന് സന്തോഷമായിട്ട് കാണും. അപ്പോൾ ആരും ഉണർന്നിരിക്കും? ഈ ലോക വിഷയത്തിലേക്കുള്ളവർ. ആത്മീയമായി നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഒരു സിനിമ കാണുന്ന മുമ്പിലിരുന്നാൽ ഉറങ്ങിയിരിക്കും. കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ല, സിനിമ കാണാൻ താല്പര്യമില്ല. ഒരു വീട്ടിൽ ഇപ്പം 4-5 അംഗങ്ങളുണ്ട്, ഒരാൾക്ക് താല്പര്യമില്ല, എല്ലാവരും ഒരു മുറിയിൽ ഇരിക്കുകയെന്ന് കൂട്ടിക്കോ. ഈ സിനിമ കാണുമ്പോൾ ബാക്കി 4 പേരും ഉണർന്നിരുന്ന് അത് കാണും. നന്നായി തെളിഞ്ഞിരിക്കും, നല്ല സന്തോഷം. അവർക്ക് സിനിമ കാണുന്ന സന്തോഷമാണ് ഈ ലോക ചിന്തയുള്ളവർക്ക്. പക്ഷേ അതിലൊരു ഭക്തനുണ്ടെങ്കിൽ എന്ത് വരും? അവിടെ കോട്ടുമായിട്ട് അത് കണ്ണ് തുറന്നിരുന്നാലും ഉറങ്ങുക. കാരണം ഉള്ളിലോട്ട് ആ സിനിമ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിൻ്റെ ചൈതന്യമാണ്. അത് രുചിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഈ സിനിമ കാണുമ്പോൾ ഛർദ്ദിക്കണം തോന്നും. എനിക്ക് അങ്ങനെ പറയാൻ. കാരണം ഞാൻ ആ അവസ്ഥയിലാണ്. സിനിമയെന്നോ സീരിയലെന്നോ കണ്ടാൽ പിന്നെ വെറുതെ ഇരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ എന്തെങ്കിലും അപ്പം നല്ല നല്ല സീരിയലൊക്കെ സിനിമ കാണത്തില്ല. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ അല്ലയോ സ്റ്റാർ സിംഗറോ എന്തെങ്കിലും കാരണം എത്ര ചെല്ലും ഒറ്റയ്ക്ക് ഇരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു വിഷയം ഇങ്ങനെ യൂട്യൂബിലേക്ക് ഇത് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഒത്തിരി വർഷം കൊണ്ട് ഞാൻ ഈ TV തുറന്നിട്ടേ ഇല്ല. എനിക്ക് സീരിയലോ സിനിമയോ സിനിമ ഞാൻ പണ്ടേ കാണൂല. സീരിയൽ അരമണിക്കൂറൊക്കെ അങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുക, ഒറ്റയ്ക്കൊക്കെ ഇല്ലേ. എന്നാൽ എന്താ ഈ ഒരു യഥാർത്ഥ ഭക്തൻ ഇത് കാണുമ്പോൾ അതാണ് സകല പ്രാണികൾക്കും യാതൊരു ആത്മനിഷ്ഠയാണ് രാത്രി പോലെ ആകുന്നത്.
ആ ആത്മനിഷ്ഠയിൽ ജിതേന്ദ്രിയവനായ വിവേകി ഉണർന്ന ബോധത്തോടു കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ സകല പ്രാണികളും ആത്മീയമായ ഒരു നല്ല ഒരു ഇപ്പം ഈ പ്രഭാഷണം ഇപ്പം നമുക്ക് അറിയാം, അമ്പലത്തിലൊക്കെ പ്രഭാഷണങ്ങളുണ്ട്, എന്താ സപ്താഹം. അവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്, കാണാൻ ജനങ്ങളെല്ലാം കൂടിയിരിക്കും. പക്ഷേ അവിടെ ഒരു ജിതേന്ദ്രനാണെങ്കിൽ ഉണർന്നിരിക്കും. അല്ലാത്തവരെങ്ങനെ ഇരിക്കും? ഈ ലോക ചിന്തയിലുള്ളവരും ഉണ്ടല്ലോ അവിടെ. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് അവിടെ സപ്താഹം കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു പ്രഭാഷണം കേൾക്കുന്ന. അവിടെ ആത്മീയമായ അറിവുള്ള ഒരു ഭക്തൻ അവിടെ ഉണർന്നിരുന്ന് അത് കേട്ട് ആസ്വദിക്കും. ഈ ലോക ചിന്തയിലുള്ളൊരു സിനിമ കണ്ട് ആസ്വദിക്കുന്നത് പോലെ ഒരു ഭക്തൻ അത് ആ പ്രഭാഷണങ്ങളൊക്കെ ഈശ്വരജ്ഞാനം ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പ്രഭാഷണങ്ങൾ. ഭാഗവതമോ ഭഗവത്ഗീത ഇതിൻ്റെയൊക്കെ ആത്മീയമായ പ്രഭാഷണങ്ങൾ, അതാണ് പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ സപ്താഹം നടക്കുന്നത് അമ്പലത്തിൽ ഭാഗവത പാരായണങ്ങളാണല്ലോ, അതിൻ്റെ പ്രഭാഷണങ്ങളാണല്ലോ. അത് കേൾക്കുമ്പോൾ ഒരു യഥാർത്ഥ ജ്ഞാനി, ഒരു ഭക്തൻ ഉണർന്നിരിക്കും. ആ സമയത്ത് യഥാർത്ഥ ഭക്തനല്ലാത്ത ഈ ലോകചിന്ത വിഷയങ്ങളുള്ളവർ എന്ത് ചെയ്യും? അത് ശ്രദ്ധിക്കത്തേയില്ല. അവരുടെ മനസ്സ് എവിടേക്കോ ഉറങ്ങി പോയിട്ട് ഈ ലോക വിഷയത്തിലേക്ക് അവർ അവിടെ വെറുതെ ഇരിക്കുന്നു എന്ന് മാത്രം. അതിൻ്റെ അർത്ഥമാണ് ഉറങ്ങുക. അപ്പോൾ ഇരു കൂട്ടരും അവിടെ ഇരിപ്പുണ്ട്. ആരുണർന്നിരിക്കും? ഒരു ഭക്തൻ ഉണർന്നിരുന്ന് കേട്ട് ആസ്വദിക്കും. ഒരു അഭക്തൻ, അതായത് ഈശ്വരജ്ഞാനം അറിവില്ലാത്തൊരു വ്യക്തി, ഈ ലോക വിഷയത്തിലേക്കുള്ളൊരു വ്യക്തി അവിടെ ഉറങ്ങിയിരിക്കും. എന്താണെന്നോരും അവൻ അറിയത്തില്ല. അതാണിത് പറയുന്നത്. സകല പ്രാണികൾക്കും യാതൊരു ആത്മനിഷ്ഠയാണ് രാത്രി പോലെ ആകുന്നത്. അതായത് അവർ ആത്മജ്ഞാനങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഉറക്കം വരും, രാത്രിയാണ്, അതുപോലെ അന്ധകാരമാണ്. ആ ആത്മനിഷ്ഠയിൽ ജിതേന്ദ്രിയ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ജിതേന്ദ്രിയവാനായ വിവേകി ഉണർന്ന് ബോധത്തോടു കൂടിയിരിക്കുന്നു. ഇപ്പം അതിന് യഥാർത്ഥം മനസ്സിലായോ? ഒരു ഭക്തൻ, ആത്മനിഷ്ഠ ഉള്ള ഒരു ഭക്തൻ ഭഗവാൻ, അത് ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയവൻ, മനസ്സിനെ വധിച്ചടക്കിയവൻ ഒരു ഭക്തൻ ഈ ഒരു ആത്മനിഷ്ഠയിൽ എപ്പോഴാണ് ഉണർന്നിരിക്കുന്നേ? നന്നായി ആസ്വദിക്കും. ആ സമയത്ത് മറ്റുള്ള പ്രാണികളായ മനുഷ്യർ, ഈ ലോകജീവികൾ, ഈ ലോകത്ത് മറ്റ് വിഷയങ്ങൾ, ഈ ലൗകികമായ ജനങ്ങൾ അവിടെ ഉറങ്ങും. പിന്നെ യാതൊരു വിഷയനിഷ്ഠയിൽ അജ്ഞാനദശയിൽ പ്രാണികൾ ഉണർന്നിരിക്കുന്നുവോ? അപ്പം ഇവിടെ വിഷയനിഷ്ഠയിൽ ഈ അജ്ഞാനികൾ, അതായത് അന്ധകാരത്തിൽപ്പെട്ടവരാണ് ഈ ലോകജീവികൾ, അവർ ഉണർന്നിരിക്കുന്നവോ? അപ്പോൾ ഈ ലോകജീവികൾ എന്ത് ചെയ്യും? ഉണർന്നിരിക്കും. ഒരു സിനിമ കാണുമ്പോൾ അവർ ഉണർന്നിരിക്കും. അതിന് ഉദാഹരണം അങ്ങനെയല്ലേ പറഞ്ഞുതരാൻ പറ്റില്ല, മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ യാതൊരു വിഷയനിഷ്ഠയിൽ, അതിന് സിനിമ തന്നെ പറയാം. അപ്പോൾ സിനിമ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെ അജ്ഞാനദശയിൽ, അത് അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ്. കാരണം ജ്ഞാനമാണ് അറിവ്. അതായത് ഈ ദേവി മഹാമായ പരാശക്തി, ഒന്ന് അറിവും ഒന്ന് അറിവ് കേട്, അതാ അജ്ഞാനം, അന്ധകാരം. അത് ഈ ലോക ജീവിതം, അങ്ങനെയുള്ള ഈ ലോക ജീവിതമാണ് അജ്ഞാനം. അതാണ് അജ്ഞാന അവസ്ഥ. അജ്ഞാന അറിവില്ലായ്മ. കാരണം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവോടുകൂടി, അത് അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാരൂപിണിയായിരുന്ന സരസ്വതി മഹാമായ പരാശക്തി, ഒന്ന് വിദ്യയും ഒന്ന് അവിദ്യയും. അപ്പം ഈ സിനിമ എന്നുള്ളതെല്ലാം അജ്ഞാനദശയാണ്. അതായത് അറിവില്ലാത്തവർക്ക് വേണ്ടിയുള്ള, അറിവില്ലാത്ത ഈ ലോക ജീവിതമുള്ളവരാണ് അജ്ഞാനികൾ. അവർ ഉണർന്നിരിക്കും. സിനിമ കാണുമ്പോൾ അവർക്ക് ഉണർന്നിരുന്ന് സന്തോഷമായിട്ട് പൊട്ടി ചിരിക്കുകയും തകർക്കുകയൊക്കെ ചെയ്യും. ചിരിക്കാൻ കൊള്ളവൻ ചിരിക്കും, സന്തോഷിക്കും, അവരാനന്ദിച്ചിരിക്കും ഈ വിഷയത്തിലേക്ക്. ഈ സിനിമ കാണുമ്പോൾ ആരാണ്? ഭക്തനല്ല, ഈ ലോക ജീവിതത്തിലേക്കുള്ളവർ, ലൗകികമായവർ. അപ്പോൾ അങ്ങനെയുള്ളവർ ഉണർന്നിരിക്കുന്നുവോ? ആ അജ്ഞാന അവസ്ഥ, വിഷയനിഷ്ഠ, ആത്മതത്വത്തെ ദർശിക്കുന്ന മുനിക്ക് അത് രാത്രിയാണ്. മുനി എന്നതെന്താ? യഥാർത്ഥമായ ഒരു ജ്ഞാനി, ഇന്ദ്രിയങ്ങളെ അടക്കിയ ജിതേന്ദ്രിയൻ. അതാണ് യഥാർത്ഥ ഒരു മുനി, ഒരു യഥാർത്ഥമായ ഒരു ജ്ഞാനി, ഭക്തൻ, ഒരു സന്യാസി എന്ത് ചെയ്യും? അപ്പോൾ ആ ആത്മതത്വത്തെ അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ ആത്മതത്വത്തെ ദർശിക്കുന്നവരാണ് മുനികൾ. ആത്മതത്വത്തെ ദർശിക്കുന്ന ഒരു മുനിക്ക് ഈ സിനിമ കാണുമ്പോൾ അവർ ഉറങ്ങിപ്പോവും, അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ രണ്ട് കൂട്ടരെയും വെച്ച് മനസ്സിലാക്കിയോ? നന്നായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാം, ശരിയാന്ന്. കാരണം ഇവിടെ അനുഭവത്തിൽ വരുന്ന, എനിക്കിത് അനുഭവമുള്ളതുകൊണ്ട് പറയാം. എനിക്ക് ഈ പുറമേ ഉള്ള യാതൊന്നിനും എനിക്ക് താല്പര്യമില്ല. അത് കാണുമ്പോൾ ഞാൻ ഉറങ്ങും, മനസ്സിനകത്ത് ഒന്നും കയറത്തില്ല. അതാണ് പക്ഷെ കണ്ണടച്ച് ഉറങ്ങുമെന്നല്ല അർത്ഥം. അതിലോട്ടൊരു തുറവി വരത്തില്ല. എന്താ അവിടെ കാണുന്നൊന്നും ശ്രദ്ധിക്കത്തേ ഇല്ല. കാരണം എനിക്കത് ഇഷ്ടമല്ല. എന്താ കാരണം? ആത്മതത്വത്തെ ദർശിക്കുന്നതുകൊണ്ട്. ഈ വക കാര്യങ്ങൾ, ഈ ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെയാണ് എനിക്ക് ഉണർവ്. അതിൽ ഞാൻ ഉണർന്നിരിക്കും. അല്ലാത്തതൊക്കെ ഞാൻ ഉറങ്ങിയിരിക്കും. അത് എനിക്കിങ്ങനെ പറയുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞു തരുന്നേ. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഈ ലോക ജീവിതത്തിൽ
ജീവിക്കുന്നവർക്ക് ആത്മീയ കാര്യങ്ങളിൽ കാണുമ്പോൾ അവർ ഉറങ്ങും. അവർക്ക് ഉണർവില്ല. അവർ കേട്ടോണ്ടിരിക്കും വലിയ കാര്യം, എന്നിട്ട് അങ്ങ് അവർ എന്ന് പറയുന്നത് അത് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഉറക്കം വരുന്നത്. അത് കോട്ടുവായ കേട്ടിട്ട് അവരങ്ങ് ഉറങ്ങി തൂങ്ങി തട്ടും. മനസ്സിലോട്ട് ആത്മീയ കാര്യം കയറത്തേയില്ല. അവർക്ക് ദേഷ്യം വരും. അതുപോലെയാണ് ഒരു മുനിക്ക്, യഥാർത്ഥമായ ഒരു ജിതേന്ദ്രന് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയ ഒരു ഒരു മുനി, ഒരു സന്യാസി, അവർക്ക് എന്ത് വരും? എങ്ങനെ ഉറങ്ങും? ഈ ലോക ജീവിതത്തിലെ പല പല കാഴ്ചകൾ കാണാൻ, ഒരു ഉത്സവം പോലും കാണാൻ ഞാൻ എത്ര വർഷം കൊണ്ടേ പോകുന്നില്ല. നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് പോലും ഈ ഘോഷയാത്രകൾ ഞാൻ പോകത്തേ ഇല്ല. എനിക്കിഷ്ടമല്ല. കാരണം എന്താ? ഇതാ സംഭവം. താല്പര്യമില്ല. അതെന്താ? ഇതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞുതരാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇതല്ലാതെ വായിച്ചാൽ എന്താവാ ഈ ഉറങ്ങുന്നത്? കണ്ണടച്ച് ഉറങ്ങുന്നതാണോ എൻ്റെ അർത്ഥം? അല്ല. നമുക്ക് ഈ ലോക വിഷയത്തിലേക്ക് ഒരു കാരണത്തിലും താല്പര്യമില്ല, ഇഷ്ടം തോന്നത്തില്ല. അതേസമയം ആത്മീയമായ കാര്യങ്ങൾക്ക് സന്തോഷം ഉണർന്നുമിരിക്കും. കാര്യം പറയുമ്പോൾ നമുക്ക് ക്ഷീണമില്ല, മുഷിവില്ല. എത്രത്തോളം ഇത് പറയാം അത്രത്തോളം സന്തോഷമാണ്, അലസതയില്ല. പരമാനന്ദ അമൃതം പാനം ചെയ്താൽ അലസതയൊക്കെ മാറും. അതാണ് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉണർവുണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭക്തന് ഉണരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ഉണർക്ക്. അതേസമയം ഈ ലോക ജീവിതത്തിലെ മറ്റെന്ത് കണ്ടാലും കാഴ്ചകൾ കണ്ടാലും ഒന്നും ഉണർവില്ല. അതിൽ രാത്രിയാണ് ഒരു മുനിക്ക്. അതായത് അതിലിഷ്ടമില്ല, ആ ലോക ജീവിതത്തിലേക്ക് താല്പര്യമില്ല. അതാ ഒരു ഭക്തൻ്റെ ഒരു അഭക്തൻ്റെയും രീതി ഇതാണ്. മനസ്സിലായെങ്കിൽ കമൻസോട് ഞാൻ നാളെ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതേ പറ്റൂ. ഇത് അങ്ങനെ ഇങ്ങനെ ചിലർക്ക് മനസ്സിലാവില്ല. ഈ ഉറക്കം എന്ന് പറയുന്നത് രാത്രി കിടന്ന് ഉറങ്ങുന്ന നല്ല അർത്ഥം. നമ്മൾ ഉണർന്നിരിക്കുന്നത് ഈ ലോക ജീവിതത്തിലുള്ളവർക്ക് ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉറങ്ങും. ഓട്ടുവായ കേട്ടിട്ട് ക്ഷീണം വന്നിട്ട് കണ്ണൊക്കെ അങ്ങ് തൂങ്ങി തട്ടി, കാരണം കേൾക്കാൻ ഇഷ്ടമില്ല. അതേസമയം ഒരു ഭക്തനാണെങ്കിലോ എത്രത്തോളം കേട്ടാലും സന്തോഷം ഉണ്ടാവും ആത്മീയ കാര്യങ്ങളിൽ. അതുപോലെ ഒരു ഭക്തന് ഈ സിനിമയോ സീരിയലോ ഈ ലോക ജീവിതത്തിൽ സർവ്വതും കാണുമ്പോൾ ഉറക്കം വരും. ഈ ലോക ജീവിതത്തിൽ വസിക്കുന്ന ജനങ്ങൾക്ക് അത് ഉണർന്നു ഇരിക്കും, സന്തോഷം ഉണ്ടാവും. എന്തൊരു ആനന്ദം ഈ സിനിമയെ കണ്ട എന്നൊക്കെ തോന്നിച്ചാൽ അവർ അത് ഉണർന്നിരിക്കും. ഇതാണ് ഉണർവും ഉറക്കം എന്ന് പറയുന്നത്. അല്ല രാത്രി ഉറങ്ങുമെന്ന അർത്ഥമല്ല അത്. എനിക്കിത് പറഞ്ഞുതരാൻ പറ്റുന്നത് എന്താണ്? ഞാനിത് അനുഭവത്തിലുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് എത്ര ദിവസം ഇരുന്നാലും ഞാൻ മടുക്കില്ല. എന്താ കാരണം? എനിക്കിതിൽ ഉണർവുണ്ട്. ഇതാണ് എൻ്റെ ഇഷ്ടം. ഇത് എത്ര പറഞ്ഞാലും എനിക്ക് തീരുകയില്ല. പക്ഷേ നമുക്ക് യൂട്യൂബിലൊക്കെ ഇടാൻ ഒരുപാട് സമയം എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മതിയാക്കുക. അല്ലെങ്കിൽ ഞാൻ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും. എനിക്കത് ഭയങ്കര ആനന്ദമാണ്. ഞാൻ ഉണർന്നിരിക്കും, രാത്രി ഉറക്കമൊന്നും വരത്തില്ല. ഇതാണ് എനിക്ക് ആനന്ദമാണ്. അതേസമയം സിനിമയെന്ന് കേട്ടാലോ ഛർദ്ദിക്കും, ഇഷ്ടമല്ല. അതുപോലെ മറ്റ് സിനിമയെന്ന് പറയുമ്പോഴേ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ ഏത് കാര്യമായാലും ഈ ലോകത്തിലെ സർവ്വ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യമാണ്, ഒന്നിലോട്ടും താല്പര്യം വരത്തില്ല. എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നതാണ് ഇഷ്ടം. ഇതാണ് എൻ്റെ ആനന്ദം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഭക്തനും അഭക്തനുമായിട്ടുള്ള വ്യത്യാസം. അഭക്തൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോക ജീവിതത്തിലേക്കുള്ളവർ അഭക്തന്മാരാണ്, ഭക്തനല്ല. യഥാർത്ഥ ഭക്തൻ വെച്ചാൽ ഒരു മുമുക്ഷുവായി തീരണം, എല്ലാം ത്യജിച്ചവനായിരിക്കണം, എല്ലാത്തിൽ നിന്നും വിടുതലായിരിക്കണം, എല്ലാത്തിൽ നിന്നും നിവർത്തിക്കപ്പെടണം, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയവനായിരിക്കണം, മനസ്സിനെ വധിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയ ഒരു ജ്ഞാനിക്കുള്ള കാര്യം ഈ പറയുന്നത്. അല്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല. ഈ ഭക്തൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് നാമം ചെല്ലുകൊണ്ട് ഭക്തനാവുകയില്ല. സർവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു ഭക്തനാവെന്ന് പറയാൻ പറ്റൂ. കാരണം നമുക്കെല്ലാം നിവർത്തിക്കപ്പെടണം. ഈ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കുന്നതാണ് നമ്മൾ യഥാർത്ഥ ഭക്തനെന്ന് പറയാം. അതിനെ നിവർത്തിക്കപ്പെടുക വെച്ചാൽ ഇന്ദ്രിയങ്ങൾ കാണേണ്ടാത്തത് കാണാൻ പോകത്തില്ല, കേൾക്കേണ്ടാത്തത് കേൾക്കാൻ പോവുകയില്ല. നമുക്ക് എപ്പോഴും ആത്മതത്വത്തെ മാത്രം ദർശിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ മുമുക്ഷുവിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ കാര്യം അവരാണ് ഇങ്ങനെ ഈ ലോക ജീവിതത്തിലെ കാര്യം വരുമ്പോൾ ഉറങ്ങിയിരിക്കും, ആത്മീയമായ കാര്യങ്ങൾക്ക് ഉണർന്നിരിക്കും. അതുപോലെ തിരിച്ചും ഈ ലോക ജീവിതത്തിലെ അഭക്തന്മാർ, അതായത് ജ്ഞാനികളല്ലാത്തവർക്ക് ഈ ലോക ജീവിതത്തിലെ സിനിമ സീരിയൽ ഈ ലോക ചിന്തകൾ എവിടെ പോകണം, അവർക്ക് എല്ലായിടം പോകണം, ചുറ്റിക്കറങ്ങണം, ലോകം മൊത്തം കാണണം, അവിടെ പോകണം ഇവിടെ പോകണം, ഇങ്ങനെ ഇന്ദ്രിയങ്ങളെങ്ങനെ എവിടേക്കോ പോകണം, ടൂറിന് പോകണം. ഇതൊക്കെയാണ് ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് മൊത്തവും. നല്ല വീട് വേണം, നല്ല കാറ് വേണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇതൊക്കെ ത്യജിച്ചവരാണ് മുമുക്ഷുക്കൾ. അവർക്ക് നല്ല വീട് വേണമെന്നോ ഒന്നും അവർക്ക് ഈ ലോകത്തിൽ എന്തും വേണമെന്ന് അവർക്ക് താല്പര്യമേ ഇല്ല. എല്ലാം നിറവാണ്, ഉള്ളതൊക്കെ മതി, അതേപറ്റി ഒന്നും കിട്ടിയതൊക്കെ മതി. മതിയാകുന്ന അതിലേക്ക് യാതൊരു ശ്രദ്ധയും ഇല്ല. ഇന്ദ്രിയങ്ങൾ അങ്ങോട്ടൊന്നും വലിഞ്ഞു പോകുന്നില്ല. അവിടെ ഉള്ളിൽ അടങ്ങി ഇച്ചേക്കുന്ന ഈ ജ്ഞാനി, അതാണ് ഇതിൻ്റെ കാരണം. എല്ലാവർക്കും നമസ്കാരം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ പറയൂ, ഒന്നുകൂടെ അമ്മ പറഞ്ഞു തരൂ എന്ന് പറയാം. എനിക്കത് ഇതത്രയൊന്നും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതാണ് ഇതിൻ്റെ കാരണം. നമുക്ക്
ഭക്തനും അഭക്തനുമായിട്ടുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ്. ഇത് നമുക്ക് നന്നായി എല്ലാവരും പഠിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.